ഹലോ. ഹായ്. ഓക്കേ. ഹായ്. മധുരക്കനി, മൈ ഡാർലിംഗ്, എന്നതാ ഒരു ഗൗരവം? എന്നൂരേ എൻ ശ്വാസക്കാറ്റേ. ഹേ, നീ ഇങ്ങനെ അന്ത്യശ്വാസം വിടാതെ. നോ, എങ്കിട്ട് പേസ വേണം. ഡോൺ വെറി മധുരക്കനി, നിജമാ ഞാൻ അവനെ കൈവിട മാട്ടേ. പക്ഷെ ഉന്നെ മട്ടും കാതലിച്ച മറ്റു സുന്ദരിമാർ എന്നോട് പിണങ്ങൂല്ലേ? എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? പോടാ. എന്താ മധുരക്കനി പിണങ്ങിപ്പോയത്? ഞാന് അവളെ മട്ടും കാതലിക്കണം. കാതൽ മന്നൻ മൊത്തത്തിൽ ഇവിടെ കൊളവാക്കുന്നുണ്ട്. നിനക്കെന്താ ഡ്യൂട്ടി ഇല്ല? പിന്നെ റെസ്റ്റോറന്റില്. എന്നാ ചെല്ല്. അല്ല, ഞാൻ ഇടയ്ക്കൊന്നൊന്ന് മുങ്ങിയതാണ്. നമ്മുടെ ചില അവനവിടെ മൂർത്തി. ഫസ്റ്റ് യു ടേക്ക് സം ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ, സാൾട്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്. സാർ, നമുക്ക് ഇതിൽ നിന്നൊരു മോചനം വേണ്ടേ? സാർ, ഈ ചിക്കൻ 65 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓർഡർ ചെയ്ത് 65 മിനിറ്റ് കഴിഞ്ഞ് കിട്ടുന്നതല്ലേ ചിക്കൻ 65. സാർ, നമുക്ക് എന്തുകൊണ്ടൊരു പുതിയ പരീക്ഷണം നടത്തിക്കൂടാ? സാർ ശ്രദ്ധിക്കുന്നില്ല. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? സാർ, ഉദാഹരണത്തിന് ഈ ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് ഇതിലൽപ്പം സാമ്പാർ പൊടിയും വെണ്ടയ്ക്കയും മുരിങ്ങക്കായും വഴുതനങ്ങയൊക്കെ ഇട്ട് എന്താ അതിൽ തെറ്റ്? നമുക്കൊരു പുതിയ ഡിഷ് കിട്ടില്ലേ? എന്ത് ഡിഷ്? ചിക്കൻ സാമ്പാർ. ഞങ്ങളുടെ ഇല്ലത്ത് പതിവായിട്ട് ഇതെല്ലാം ഉണ്ടാക്കണേ. എന്ത് ചിക്കൻ സാമ്പാറോ? ചിക്കനിലല്ലാണ്ടുള്ളൂ, ബാക്കിയെല്ലാം ഇല്ലേ? താൻ ഒരു കാര്യം ചെയ്യും. റെഡിയാക്കട്ടെ സാർ. അതെ, ചിക്കൻ സാമ്പാർ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. താൻ പോയ പ്ലേറ്റുകൾ ഒന്ന് കഴുകി. സാർ, ഞാനൊരു ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. എന്റെ മാനം സാറൊന്ന് കഴുകി. പോയി കഴുകിയോ? ആ ചിക്കൻ തന്നിട്ട് പോ. കോഴി. യു കം. வெத்தல போட்ட ஷோக்குல நான் கப்பனு குத்தன மூக்குல அட வந்தது பாரு ரத்தம் இந்த அமர மனசு சுத்தம் வாரா பஜ்ஜி அரக்கம் அமர வந்து நின்றா சரக்கம் அப்பசும் பேர சொன்னா தானே சோடா பாட்டில் இன்னுം അച്ചായന്റെ ഉന്നം തെറ്റി. നീ ലേഡീസിനെ നിർത്തി നോക്കൂ, അച്ചായന്റെ ഉന്നം തെറ്റുകയില്ല. അത് പറ. അബ്ബാസൂട്ടാ, എന്നതാ അച്ചായോ? നമ്മുടെ മൂത്താപ്പ ഒന്നിങ്ങ് പോന്നോട്ടെ. ഇതാണ് നമ്മുടെ സ്ഥിരം മൂത്താപ്പന്റെ വല്യാപ്പ. അതെന്നാടാ? കഴിച്ചോക്ക്, ഒരു 1.5 മുതലാ മോനെ. കൂട്ടുകാരാന്നും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ രണ്ടെണ്ണം. ഒരു വസ്തുവിനും കൊള്ളില്ലല്ലോ. ഓ, നിനക്ക് കച്ചവടം ഉണ്ടാ ഞങ്ങൾ ഇത് കഴിച്ച ചാവണല്ലോ. അതെ, ആണുങ്ങളായ വല്ലപ്പോഴെങ്കിലും ഇതൊക്കെ ടേസ്റ്റ് ചെയ്യണം. ചിലപ്പോ ചത്തൂന്നൊക്കെ വരും. ഇല്ലയോ അച്ചായോ? ഉവ്വോ. അബ്ബാസ് മോനെ, നീ ആണടാ ഒറിജിനൽ പാൻ പ്രാഗ് വാല. താങ്ക് യു. നമ്മുടെ വല്യാപ്പയില് 4 പാഴ്സൽ പോന്നോട്ടെ. റെഡി. നിന്നെ അങ്ങോട്ടൊക്കെ കെട്ടിയെടുത്തിട്ട് കുറെ നാളായല്ലോടാ. നിങ്ങളുടെ ഹൗസ് ഓണറല്ലേ ആ കിളവന് ഞാൻ നമ്മൾ തീരെ ശരിയാവില്ല. ഇന്നാള് ഞാൻ ആ കോണിപ്പടി കയറിയപ്പോ വീട് കുലുങ്ങിന്നും പറഞ്ഞ ആളെന്നെ പൂരത്തെറി. अब्बास, मेरा बीरा. कब का रेडी हो गया? ओके. लीजिए मैडम. थैंक यू. ഇതേതാടാ കിടക്കത്തി? നമ്മുടെ വകുപ്പിൽപ്പെട്ടത്. എന്റെ പുതിയ കസ്റ്റമറാ. ഒരാഴ്ചയായിട്ടുള്ള ലാൻഡ് ചെയ്തിട്ട് കാലത്തും വൈകിട്ടും വീട വാങ്ങാൻ മുടങ്ങൂല. ഞങ്ങളുടെ സ്ട്രീറ്റിൽ ആ ഓട്ടോ പാർട്സ് കട നടത്തുന്ന ആ ജഗൻ സിംഗ് ഇല്ലേ, ആ തടിയൻ, അയാളുടെ ഭാര്യയുടെ അനിയത്തിയാ കുർജിത്ത്. എന്തോ ട്രെയിനിങ്ങിന് വന്നിരിക്കാ ലുധിയാനേന്ന്. അതെന്നാടാ ഒരാഴ്ചയായിട്ട് നീ എന്നോട് പറയാത്തത്? ആരോട് പറഞ്ഞാലും അച്ചായനോട് പറയില്ല എന്നറിഞ്ഞൂടാ അച്ചായോ? ഒന്ന് പരിചയപ്പെടുത്തി. ശരിയാവില്ല. ശരി, ഞാൻ ആക്കിക്കോളാം. വന്നേ. അതിന് അവള് പോയി. പോയാലെന്നെ നമുക്ക് ഫോളോ ചെയ്യാന്നേ. അതുകൊണ്ട് കട. ഓ, പിന്നെ നിന്റെ ഒരു വേൾഡ് ട്രേഡ് സെന്റർ. നിങ്ങളും കേറാ. ഓഹോ, അത് ശരി. क्या बात है अब्बास? नथिंग मैडम, ये मेरा दोस्त है, होटल मैनेजमेंट स्टूडेंट्स. दिस इज I am അഷ്ടമൂർത്തി. Hello, nice to meet you. दिस इज दीपक. Hello. Hi. दिस इज കുഞ്ഞുഞ്ഞി. പോവാം. മൂർത്തി, എന്തോ പരിചയപ്പെട്ടല്ലോ. പെട്ടല്ലോ. അബ്ബാസ് കേറ്. കേറടാ, ഡോണ്ട് വേസ്റ്റ് ടൈം. ആളൊരു മാതിരി വടിയാക്കരുതേ. പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി തന്നപ്പോ എവിടെയില്ലാത്ത ഒടുക്കത്തൊരു ജാട. ഛേദമില്ലാത്തൊരു നമ്പർ അല്ലടാ ഈ ജാട. ജീവിതത്തിൽ ഇന്ന് വരെ അവളുടെ സൗന്ദര്യത്തിന് ഇങ്ങനൊരു വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവന്മാര് രണ്ടുപേരെ മറന്നാലും ഈ ജാടക്കാരന്റെ മുഖം അവൾ ഒരിക്കലും മറക്കില്ല. ആഹാ, നല്ല ഗോതമ്പ് വയൽ വിളഞ്ഞു കിടക്കുന്ന പോലെ. ഓഹോ, വിള കാക്കാൻ ഏതെങ്കിലും സർദാർജി കൊച്ചൻ കാവലും കാണും. നിന്റെ കാഞ്ഞിരപ്പള്ളി വിളച്ചിലൊന്നും അവിടെ വർക്കൗട്ട് ആവൂല മോനെ കഞ്ഞി കുഞ്ഞേ.
കാഞ്ഞിരപ്പള്ളിയിൽ എന്തും വിളയും. വെയിറ്റ് ആൻഡ് സീ. ഞാൻ കേറിയിട്ടില്ല. ഈ വണ്ടിയിൽ മുക്കാല മുക്കാബുല ലൈല ലൈല ഫിലിപ്പോസ് മാമന്റെ ചക്കര മോളെ എവിടെ പോയിട്ട് വരെയാണ്? ഫിലിപ്പോസങ്ങളോ? ആ. ഞാൻ കണ്ടില്ല കേട്ടോ. അതെനിക്കറിയാൻ മേലെ. കണ്ടെങ്കിൽ ഉടനെ മാമന് മോളുടെ വക ഒരു ചക്കരമുത്ത ഉറപ്പല്ലേ? ഞാൻ ഈ ഫുഡൊന്നും എത്തിക്കട്ടെ. ഇന്ന് ഗസ്റ്റ് ഉള്ളതല്ലേ? ഗസ്റ്റാ? ഞാൻ വരുന്ന കാര്യം പറഞ്ഞിരുന്നില്ലല്ലോ. ഓ, ഈ പിള്ളേരുടെ ഒരു സൽക്കാരപ്രിയം. അങ്കിൾ ഇതൊക്കെ മുറി കൊണ്ടു വെച്ചിട്ട് വേഗം വരാ. കെട്ടിയെടുത്തിട്ടുണ്ട് ആ ശൃംഗാരമൂരി ഫിലിപ്പോസ്. ചെന്ന് ചാടിക്കൊടുത്തല്ലേ അയാളുടെ മുമ്പില്? മുങ്ങാൻ തുടങ്ങിയതും മാമന്റെ ചക്കരമോളെ വിളിച്ച് ചാടി വീണ് അയാളുടെ ഒരു വാത്സല്യം. ടീച്ചറേ, കമല മോളെ, ഇതാരാ വന്നിരിക്കണെന്ന് നോക്കി. വന്നിറങ്ങിയപ്പോ തന്നെ പത്മമോളെ കണ്ടു. മോളിൽ ചെന്നപ്പോഴാ ഓർത്തത് ഞാൻ കമലമോളെ കണ്ടില്ലല്ലോന്ന്. അതാ കുളിയും റെസ്റ്റ് എടുക്കലും ഒക്കെ പിന്നെ ആകാന്ന് കരുതിയത്. ഈയിടെയായിട്ട് കമലമോൾക്ക് ഫിലിപ്പോസ് അങ്കിളിനോട് സ്നേഹം ഇച്ചിരി കുറഞ്ഞോ എന്നൊരു സംശയം, ചെറിയ സംശയമുള്ളൂ. രണ്ടുപേരെ ഈ മടിയിലിരുത്തി എത്ര കളിപ്പിച്ചാണെന്നറിയോ ഈ മാമൻ, ഇല്ലേ സോഫിയമ്മ ടീച്ചറെ? ഒക്കെ മറന്നു മക്കള്. നിങ്ങൾ മറന്നാലും ഫിലിപ്പോസ് മാമന് മറക്കാൻ പറ്റുമോ? ഇവിടെ വന്നേ. ഫിലിപ്പോസ് പോയി കുളിക്കട്ടെ, കുട്ടികൾക്ക് കുറച്ച് പണിയുണ്ട്. അപ്പോഴേക്കും ഭക്ഷണമൊക്കെ റെഡിയായി കഴിഞ്ഞാ? മക്കളെ സ്നേഹിക്കുന്നതിനിടയിൽ ഞാനിത് കണ്ടില്ല. മക്കളെ ഫിലിപ്പോസ് മാമനോട് പ്രത്യേകം ഉണ്ടാക്കിയല്ലേ. കുളിയൊക്കെ ഇനി ഇത് കഴിഞ്ഞിട്ടാവാം. ടൂറിസ്റ്റുകൾക്കുള്ള ഫിലിപ്പോസ് അങ്കിളെ. ഇത് മട്ടനാ? അല്ല, ചിക്കൻ. ചിക്കനാ? അയ്യേ, എനിക്ക് വേണ്ട, ഗ്യാസാ. ടീച്ചറെ കഞ്ഞി ഉണ്ടാവും എടുക്കാൻ? ആ, കഞ്ഞിയും ക്യാരറ്റ് ജ്യൂസും നല്ല കോമ്പിനേഷൻ. ഓറഞ്ച് ജ്യൂസാ, സായിപ്പിനുള്ളതാ. ഓറഞ്ച് ജ്യൂസ് അത്? അയ്യേ, എനിക്ക് വേണ്ട, അതും ഗ്യാസാ. ഇനിയിപ്പോ തിന്നാനെന്താ ഉള്ളത്? വെള്ളമുണ്ട്. വെള്ളം എങ്ങനെയാ തിന്നാ? നാരങ്ങുള്ളൂ ആയിരിക്കും. അല്ലല്ല, പച്ചവെള്ളം. ഓ, ഈ സമയത്ത് വെള്ളം കുടിക്കുന്ന ഗ്യാസാ. എന്നാലും 2 ഗ്ലാസ് എടുത്തോ, ഇത്തിരി ഐസിട്ടേക്ക്. വെള്ളം ഇനിയും കിണറ്റിൽ പോയി കോരണം. എന്നാ പിന്നെ കുളിക്കുമ്പോ കുടിക്കല്ലേ. കുളിച്ചൊരു ഉഷാറോടെ വരാം. അതിനിടയ്ക്ക് ഡിന്നർ റെഡിയാക്കി വെച്ചേക്ക്. കർത്താവേ, അതിനുള്ളിൽ എനിക്ക് വിശപ്പ് മാറാതിരുന്നാ മതിയേ. ഇപ്പൊ വരാന്ന് പറഞ്ഞില്ലേ? അയ്യോ, ഇത് മട്ടനാണോ? അല്ല, ചിക്കനാണ്. അത് ഗ്യാസാ. ഓ, ഗ്യാസ് ഗ്യാസ്. ഫിലിപ്പോസ് ഗ്യാസ്. ലോ 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 ലോ. ജമിനി 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 ജമിനി. ഓ പോട്, ഓ പോട്, ഓ പോട്, ഓ പോട്. What the hell are you doing here? എല്ലാരും ചെയ്യണല്ലേ സായിപ്പേ? Bloody fool! It's time to sleep. You sleep ഓടോ. I wash. I not wash. എന്റെ തുണിയൊക്കെ താൻ വാഷുവോ? Bullshit! ബുൾസൈ വേണമെങ്കിൽ പിള്ളേരോട് പറഞ്ഞാ മതി. What's it? What is ആ? ഈ സമയത്താ? ഇപ്പൊ കിട്ടൂല. പോടോ പോടോ. ഓ പോട്. Stop it! ദേ സായിപ്പ് എന്നോട് കളിക്കണ്ടാ. 1947 ഡിസംബർ മാസം 14-ാം തീയതി ഉച്ചരിഞ്ഞ് നിങ്ങളെ ഇവിടുന്ന് കഴുത്തെ പിടിച്ചാൽ പുറത്താക്കിയതാണ്. പിന്നെ കയറി വന്നിരിക്കാൻ നാണം കേട്ട് കുഞ്ചും പോവാശാനെ. അമ്മ കിടന്നോളൂ. സായിപ്പേ സായിപ്പേ, മൊട്ടത്തലയൻ സായിപ്പേ, പോയി കിടന്നുറങ്ങട സായിപ്പേ. സായിപ്പേ സായിപ്പേ, കാലമാടൻ സായിപ്പേ. This is a washing soap, not കുളിക്കൽസ്. ഇയാക്കെന്തിനാ പാതിരാക്ക് സോപ്പ്? You know what's the time now? This man is disturbing us. We can't sleep. എന്താ ഫിലിപ്പോസ് അങ്കിൾ ഇത്? ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്താനായിട്ട് നിർത്ത്. ഇതൊക്കെ വന്നപ്പോ ചെയ്തുകൂടായിരുന്നോ? അതെങ്ങനെയാ? അലക്കാനും കുളിക്കാനും ഒക്കെ നേരം കാലം ഒക്കെ നോക്കണ്ട മോളെ. എന്ന് വെച്ച് ഈ അർദ്ധരാത്രിയിലോ? നേരം വിളിക്കാൻ 4 മണിക്കൂറേ ഉള്ളൂ. വാട്ട് ഈസ് ചോദിക്കണേ? ഇതിനു മുമ്പ് കിട്ടൂല എന്ന് ഞാൻ പറഞ്ഞാണ്. ഇപ്പൊ അയാൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. സായിപ്പിന് കുളിക്കുക അലക്കുകയും ചെയ്യുന്ന ആളെ കണ്ട അസൂയ. ആശാനെ, ഗാന്ധിജി എന്താ പറഞ്ഞിരിക്കുന്നത്? അവനവന്റെ മുണ്ടും ഷർട്ടും ജഡ്ഡിയും അവനവൻ തന്നെ അലക്കണം. മനസ്സിലായ? അതെങ്ങനെ അപ്പിയിട്ട കഴുകാത്ത സായിപ്പിന് ഇതുവല്ല മനസ്സിലാവും. പിന്നെ പാർട്ടീസ്, അതായത് ഷിറ്റ് ഇട്ട കഴുകാത്ത പാർട്ടി എന്ന് പറഞ്ഞതാ. അണ്ടർസ്റ്റാൻഡ്? യു പ്ലീസ് ഗോ സർ, ഐ വിൽ മാനേജ് ഇറ്റ്. It's okay. അയ്യോ, ഇയാളെ മാനേജറാക്കിയ കുഴയും. ഒന്ന് നിർത്തങ്ങളെ. നിർത്തി നിർത്തി. ഇനി 12 ജഡ്ഡിയും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ കൊല്ലം അലക്കണ്ട. ഓ പോയി, പിണങ്ങിപ്പോയി.